ഹായ് ഹലോ കൂട്ടുകാരെ, പാട്ടുമജകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫിൻ്റെ പതക്കരളാണ്. അപ്പോൾ ആ പതക്കരൾ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവരും വായോ. ഹായ് ഹലോ കൂട്ടുകാരെ, ബീഫിൻ്റെ പതക്കരളാണ്. നന്നായി അരിഞ്ഞ് പറക്കി അതിനെ നല്ലതുപോലെ 6-7 വെള്ളത്തിൽ കഴുകി മുറുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. ബാ. അപ്പോൾ കൂട്ടുകാരെ, ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ആണ് കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കറി മസാല, പട്ട ഗ്രാമ്പു എല്ലാം കൂടെ ചേർന്ന് പൊടിച്ചതാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഇനി നമുക്കത് സവാള നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ചതച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ പതക്കരളിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായ എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ്, ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പതക്കരൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കിലോ പതക്കരളാണ് എടുത്തിരിക്കുന്നത്, മതിയാകും. നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോഴും കൂട്ടുകാരെ, ചിലരെല്ലാം ചോദിക്കാറുണ്ട്, നമ്മൾ ഉള്ളി സവാള ആയാലും ചെറിയ ഉള്ളി ആയാലും നമ്മൾ വാട്ടുകയല്ലേ, അപ്പോഴെന്തിനാണ് നമ്മൾ കടുവറുക്കുന്ന രീതിയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നത്? പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയാൻ ആ കടുവറുക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊക്കെ ഒരു ഒന്നാം തരം ടേസ്റ്റുകളാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് കടുക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി, വറ്റൽമുളക് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പതക്കരൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് നല്ലൊരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാവുന്നതാണ്. ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് അടച്ചിട്ട് വേവിക്കുക, ചെറിയ തീയിലിട്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു നോക്കിയതിൽ അടിപൊളി ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.